മണിയാ ഇന്ന് പണിയില്ലേ? പണിയൊന്നുമില്ല ചേട്ടാ. ഇവിടെ ഇരുന്നാ പണി ആരും ഇഞ്ച് കൊണ്ടുവരൂല. പണിക്ക് അങ്ങോട്ട് പോണം. നായരേട്ടോ, നായരേട്ടാ, ഇവിടെ വാ. അതെ, പാല് കൂട്ടി മധുരം കുറച്ച് കടുപ്പത്തിനൊരു ചായ എടുക്കാം. ഈ പാല് കൂട്ടി മധുരം കൂട്ടിയും കുറച്ചും ഒക്കെ ഉള്ള ചായ ഞാൻ ഒഴിച്ചിട്ട് കുറേ ദിവസം ആയല്ലോ. എവിടെ ആയിരുന്നു? വിശേഷങ്ങളൊക്കെ പറയാം, ഒരു ചായ എടുത്തോളൂ വാ. മണിയാ, നാളെ നമ്മളെ പാർട്ടിയുടെ ഒരു ധർണ ഉണ്ട്. എന്തായാലും നിനക്ക് പണിയൊന്നുമില്ല നിൽക്കല്ലേ, നാളെ വാ, ആ ധർണ പങ്കെടുക്കാം. ധർണയിലൊക്കെ പങ്കെടുക്കാം, പക്ഷേ നമുക്ക് അതിനുള്ള സാമ്പത്തികം കിട്ടണം. അത് ശരി, മേലാണെങ്കിൽ പണിയെടുക്കാൻ വയ്യ, ധർണയിൽ പങ്കെടുക്കുന്നതിന് പൈസ തരണം. കൊള്ളാടെ, എങ്ങനെ ഈ നാട് നന്നാവും? കുറേ എണ്ണം ഒരു പണിക്കും പോകാതെ നടപ്പുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ പോകുന്നു. ഇത് ഭയങ്കര വിറയല്, യു കെയിലെ തണുപ്പിന്റെ വിറയലാണ്. ഒന്നും പറയണ്ട, യു കെയിലെ തണുപ്പ് ഓക്കെ, ഇവിടുത്തെ കാര്യം അറിയാമല്ലോ, നമ്മളെ വിറച്ചല്ലേ ജീവിക്കാൻ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് വൈകുന്നേരം കാണണം, നീ വീട്ടിലോട്ട് വാ. വീട്ടിലോട്ട് വരുന്ന പരിപാടിയല്ലോ, കഴിഞ്ഞ പ്രാവശ്യത്തെ അറിയാമല്ലോ, തങ്കം എന്നാ പിന്നെ ഞാൻ നിന്റെ വീട്ടിലോട്ട് വരാം. ചായ രാവിലെ പറ്റൂലെന്ന് അറിയാം. പോ ആരേട്ടാ, ഇത് എന്താണ് പാല് കറക്കാൻ പോയുള്ളോ? വെറുതെ പറ, എന്തൊക്കെയാണ് നായരേട്ടന്റെ വിശേഷങ്ങൾ? അത് പറ. എവിടെയായിരുന്നു ആദ്യം അത് പറ. ഞാൻ എവിടെ ആയിരുന്നു? ഇവിടുത്തെ തൂണിനും തുരുപ്പിനും പിള്ളേർക്കും എല്ലാവർക്കും അറിയല്ലേ, ഞാൻ ഡൽഹിയിലായിരുന്നില്ലേ. ഇവിടെ ചായ കുടിക്കാൻ വരുന്നവർ എന്താ പറയുന്നറിയാവോ? പാർട്ടിയിൽ നിന്ന് പിരിച്ചു വിട്ടെന്നോ, ഏതോ ചെകടാണ്ട് ഉണ്ടായെന്നോ, പാലെങ്ങാണ്ട് പോയി കുത്തിയിരുന്ന് ഒളിച്ചിരിക്കുകയാണെന്നൊക്കെയാണ് ഇവിടെ ചായ കുടിക്കാൻ വരുന്നത്. ഇന്ന് രാവിലെ പറഞ്ഞതാ. അയ്യോ, ഈ നാട്ടിലുള്ളവന്മാരല്ലേ. അത് നായരേട്ടന് വേറെ കാര്യം അറിയാമോ? ഈ പറഞ്ഞ ദരിദ്രവാസികൾ തന്നെ ഇന്നാളൊരു ദിവസം എൻ്റെ അടുത്ത് ഇവിടെ നിന്ന് ചായയും കുടിച്ചിട്ട് ഇറങ്ങി ഇവിടെ നിന്ന് പറയുകയാണ്, നായര കടയിലെ ചായ എന്ന് പറയുന്നത് വായിൽ വെച്ച് കുടിക്കാൻ കൊള്ളൂല, ഇവിടുത്തെ ഗുണ്ടെന്ന് പറഞ്ഞാൽ പട്ടി എറിയാൻ കൊള്ളാം, പിന്നെ ഇവിടുത്തെ പൊറോട്ട എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും റബ്ബർ ചെരുപ്പുണ്ടാക്കണമാർ കണ്ട അവിടെ ചെരുപ്പുണ്ടാക്കാം, അങ്ങനത്തെ റബ്ബർ പൊറോട്ടയാണെന്ന് ഈ പറഞ്ഞവന്മാർ ഇതും പറയും, അപ്പുറം പറയും. ഞാൻ ഡൽഹിയിലാണ് പോയെന്നുള്ളത് നായരിന് തെളിവ് വേണോ? ഞാൻ അവിടെ ഇതാ താജ്മഹലിൻ്റെ മുമ്പ് നിന്നുണ്ട്, റെഡ് ഫോർട്ടിന് മുമ്പ് നിന്ന് ഫോട്ടോ ഉണ്ട്, ഇനി അവിടുത്തെ ഞങ്ങളെ മുതിർന്ന നേതാക്കന്മാരെ കൂടെ നിന്ന് ഫോട്ടോ എല്ലാം ഉണ്ട്, ഞാൻ വേണേൽ കാണിച്ചു തരാം. ഇപ്പം ആ രീതിയിലുള്ള ഫോട്ടോയൊക്കെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെ അതിലോട്ട് കൊടുത്താൽ മതി, വെട്ടി ഒട്ടിച്ച് തരും. ഓ അത് ശരി, അപ്പം നിങ്ങൾക്ക് വിശ്വാസമല്ല. എന്തായാലും ഞാൻ ഡൽഹിയിൽ തന്നെയാണ് പോകുന്നത്, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഡൽഹിയിലാണ് പോയി പ്രധാനമന്ത്രിയെ കണ്ടായിരുന്നോ? പ്രധാനമന്ത്രിയെ കാണാൻ ഭയങ്കര തിരക്കല്ലായിരുന്നോ? പ്രധാനമന്ത്രിയോ? പ്രധാനമന്ത്രി അല്ല നായരേട്ടാ, ഞാൻ ഫുൾ തിരക്കല്ലായിരുന്നു അവിടെ പോയിട്ട്. പോയ കാര്യങ്ങൾ തന്നെ ചെയ്തിരുന്നു, ഇനി അടുത്ത മാസം വീണ്ടും പോകേണ്ടി വരുമെന്നാ. അതുകൊണ്ട് ഈ ആഴ്ചത്തെ വല്ല പലഹാരം ഇരിപ്പുണ്ടോ അതിൽ കണ്ണാടിപ്പെട്ടിയിൽ? ഈ ആഴ്ചത്തെ ഇല്ല, ഇന്നത്തെ വേണമെങ്കിൽ ചൂട്. കണ്ടിട്ട് അത് ഒരു മാസത്തെ ക്ഷീണം അതിനുണ്ട്, വേണ്ട തൽക്കാലം അത് വേണ്ട. ഞാൻ അപ്പുറത്തെ കട ഷാമൂലിൻ്റെ കടയിൽ നിന്ന് വാങ്ങിച്ചോ. ഇയാൾ എവിടെങ്കിലും പോയി മേടിക്കില്ല. ക്ലീറ്റോ, തൻ്റെ അളിയൻ്റെ കനകൻ്റെ സസ്പെൻഷൻ്റെ കാര്യത്തിൽ എന്തോ കൈകടത്ത് ക്ലീറ്റോ നടത്തിയെന്നൊക്കെയാണല്ലോ ഇവിടെ ഒരു നാട്ടുകാരെല്ലാം കൂടെ പറയുന്നത്. ഞാൻ കാല് കടത്തി. ഈ പറയണമാർക്ക് ഇവിടെ എന്ത് പറഞ്ഞുകൂടാത്തത്? നേരെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ DGPയുടെ DOSPയുടെ IG-യുടെ കമ്മീഷണറുടെ ആരെ തൊപ്പി വേണമെങ്കിലും തെറിപ്പിക്കാം, ഞാൻ വിചാരിച്ചത് നടക്കും എന്ന് പറഞ്ഞിട്ട് ഈ ഡൂക്കിലി പോലീസുകാരൻ്റെ തൊപ്പി തെറിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. മാത്രമല്ല എനിക്ക് വേറൊരു കാര്യമുള്ള വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പെങ്ങളും 2 പിള്ളേരും അവൻ്റെ കൂടെ തന്നെ ജീവിക്കണമെന്നുള്ള നല്ല ബോധം എനിക്കുണ്ട്. അതുകൊണ്ട് ആ തെമ്മാടത്തിലൊന്നും ഞാൻ കാണിക്കൂല. പറയണമാർ പലതും പറയും. എന്തായാലും നാട്ടുകാരങ്ങനെ പറയുന്നത്, നമുക്ക് എന്ത് വിശ്വസിക്കാൻ? ഒരു കാര്യം ചെയ്യും, പിടി ഇയാളെ ചായ പിടി. വേണ്ട എനിക്ക്, ഇയാൾ നാട്ടുകാർക്ക് ചായ കൊടുത്ത് പൈസ വാങ്ങിച്ചാൽ സ്വസ്ഥമായിട്ടൊരു ചായ പിടിക്കാന്ന് വെച്ചാൽ ഷാമൂലിനാണ് ചായയും കടിയും പൈസ. വന്നാ എന്റെ കർത്താവ് ഏട്ടന്റെ കണ്ണിലെങ്ങാനും പെട്ടിട്ടുണ്ടാവോ? എന്തിനാ കൈ മുറിഞ്ഞ? അയ്യോ ഡൽഹിന്ന് സീറ്റ്സ് ആക്രാന്തം ചെയ്ത് തന്നുവിട്ടതാ. ഇതെന്തേ വന്ന് എന്തിനാ ഇങ്ങോട്ട് വന്നത്? ക്ലീറ്റ് എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നതെന്ന്? പിന്നെ ഞാൻ എവിടെ പോവും?
ക്ലീറ്റോൻ അവിടെ തന്നെ നിന്നോളാൻ മേലായിരുന്നോ? എന്തടി നിനക്കെന്ത് രാവിലെ? ഇവിടുത്തെ കുഴപ്പങ്ങൾക്ക് ക്ലീറ്റോൻ അറിയാൻ പാടില്ല ക്ലീറ്റോ. പിന്നെ എന്തിനാ ക്ലീറ്റോ വന്നത്? ആ ദുഷ്മൻ സാറിനെ വിളിച്ച് തിരിച്ചു പോ. ദുഷ്മനല്ല, ആക്രാന്ത് ജി. അങ്ങനെ വിളിച്ചിട്ട് തിരിച്ചു പോ. എന്തിന് മുട്ടുകാല് തല്ലി ഓടിക്കുന്ന കനകമച്ചമ്മ പറഞ്ഞേക്കുന്ന അറിയാവോ? ഓ എന്ന് പിന്നെ അവൻ എന്റെ മുട്ടുകാല് തല്ലി ഓടിക്കുമ്പോ എന്റെ കൈ മസനഗുടി വഴി അങ്ങ് ഊട്ടിക്ക് പോകുമല്ലോ. കാലില്ലാതെ കൈ കുത്തി മസനോട് ഇടി എന്തോരം നടക്കണമെന്ന് അറിയാം ഊട്ടി. നീ വല്ല ഇവിടെ നിന്ന് വിഴുങ്ങാൻ കിട്ടുമെങ്കിൽ അത് വിഴുങ്ങിട്ട് അവിടെ ഇരി കേട്ടല്ലോ. എന്താ ക്ലീറ്റോ പറഞ്ഞാ മനസ്സിലാവൂലാത്തത്? എന്തടി നിങ്ങളോടല്ലേ മലയാളത്തിൽ പറഞ്ഞ നിങ്ങളുടെ കാല് തല്ലി ഓടിക്കൂന്ന്? ആണാ? ഞാൻ ഒരു കാര്യം ചെയ്യാം, നീ ഒരു കടുക് എടുക്കും, ഞാൻ ആ കടുക് മണിക്കകത്ത് കയറി ഒളിച്ചിരിക്കാം ഇവിടെ. എന്റെ കാല് തല്ലി ഓടിക്കാമോ? ഓടിക്കട്ടെ, എനിക്ക് കാണണമല്ലോ. ആണോ? ഓടിച്ചിട്ട് നിങ്ങൾ എന്താ നിരങ്ങോ ഇതിൽ കൂടി? ഞാൻ വീൽ ചെയറിന് ഓർഡർ ചെയ്തേക്കാം, വീൽ ചെയറിൽ പോവാം. വീൽ ചെയർ ഇരുത്തി ഞാൻ തള്ളിക്കോളാം, ചെറിയൊരു മാസവാടക. നീ ഇപ്പൊ ഒരുപാട് അകത്തോട്ട് തള്ളണുണ്ട്, നീ ഇനി പുറത്തോട്ടും കൂടെ തള്ളണ്ട കേട്ടാ. എന്റെ പൊന്നല്ലേ, എനിക്ക് ആരുമില്ല. നീ ചുമ്മാ ഇരുതങ്കം. ഞാൻ പറഞ്ഞ ക്ലീറ്റോ ഒരു 3-4 ദിവസം പുറത്തിറങ്ങണ്ട, പോവണ്ടേ ഇവിടെ ഇതിനകത്ത് കയറിയിരിക്കും ക്ലീറ്റോ. ഞാൻ ഒരുപാട് കൊല കൊമ്പന്മാരെ കണ്ടിട്ടുള്ളതാ കേട്ടോ. എന്നെ പോലെ ഒരു പ്രമുഖൻ നിസ്സാരം ഇവനെ പോലെ ഒരു പോലീസുകാരനെ പേടിച്ച് ഞാൻ ഇനി ഇതിനകത്ത് ഒളിച്ചിരിക്കാൻ പോണ്. നിങ്ങളെ പണി നോക്ക്. ഇതിനകത്ത് മുട്ടായി ഉണ്ട്, നീ ഇതെടുത്ത് വിഴുങ്ങ്. ഡൽഹിയിലെ സീറ്റ്സ് തീർത്തളയിൽ എൻ്റെ 2 പിള്ളേരുണ്ട്, അവർക്കും കൂടെ കൊടുക്കണം. അതിന് നീ കിടന്ന് പിടയ്ക്കുന്ന എന്തിനോട്? അതൊരു നല്ല കാര്യമല്ലേ? പിന്നെ ഭയങ്കര നല്ല കാര്യ. അവർ രണ്ടുകൂടെ കണ്ടാലുള്ള അവസ്ഥ എന്താ നമുക്കറിയോ? ആര്? ക്ലീറ്റസും തങ്കോ? അല്ലെന്ന്, ഏട്ടനും ക്ലീറ്റോ ചേട്ടനും. അമ്മ അത് മറന്നുപോയാ? അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ? പൊന്നടി, നീ ചോരപ്പഴം ഒഴുകുമോ? ആ മിക്കവാറും ഒഴുകേണ്ടി വരും. അതൊന്നുമില്ല, രണ്ടുപേരും രക്തം മാറുന്നാലൊന്നും പുഴയൊന്നും ഉണ്ടാവത്തില്ല. ഓടർക്കോടും മനുഷ്യ ഇവിടെ ആദ്യം നിൽക്കുമ്പോൾ അവര് തമാശ. ഇത് വരുന്നുണ്ട് മിണ്ടല്ലേ. എന്റെ മക്കളെ എന്താടാ നീ ഇതിലെ എങ്ങനെ കയറി വരണ്ടേ? നീ ഇങ്ങനെ ചുറ്റിക്കിറങ്ങി അതിലേ വന്ന് എന്തിന്? ഇന്നലെ വൈകുന്നേരം മണ്ണള കിട്ടായിരുന്നല്ലോ, അതിനുശേഷം മൺവെട്ടി കഴി വെച്ചില്ല, അത് കഴി വെച്ചില്ല തുരുമ്പെടുക്കും. അങ്ങനെ കഴുകാണ്ട ബാക്കിൽ ചായപ്പ് കൊണ്ട് വെച്ചിട്ട് ഞാൻ അതുവഴി ഇറങ്ങി. എവിടെ ബാക്കിൽ ചായപ്പില്ല അവിടെ? അല്ല പിന്നെ അതുവഴി എങ്ങനെ വന്നപ്പോഴേ ആരെങ്കിലും കണ്ടാ? ആരെ? അല്ല, നീ ഇങ്ങനെ കയറി വരുന്ന വഴിയിൽ വല്ല ഭിക്ഷക്കാരെ രാഷ്ട്രീയക്കാരെ എങ്ങനെ കണ്ടാന്നാ ചോദിച്ചത്. അതല്ലേട്ടാ, നമ്മുടെ ഏതെങ്കിലും ബന്ധുക്കാരെ കണ്ടാന്നാണ് അമ്മ ഉദ്ദേശിച്ചത്. അല്ല, ഇപ്പൊ ആർക്കാ കുഴപ്പം? അമ്മയ്ക്കാണോ നോക്കാം? അല്ല, ഞാൻ ക്ലിയർ ആയിട്ട് ചോദിക്കാം. നമ്മുടെ ക്ലീറ്റസ് അങ്കിൾ ഇവിടുന്ന് പോയിട്ട് കുറെ ദിവസമായല്ലോ, അപ്പൊ നമുക്കൊന്ന് അന്വേഷിക്കണ്ടേ? അതാണ് അവർ ഉദ്ദേശിച്ചത്. എന്റെ അമ്മയെ സമാധാനമായി കണ്ടിട്ടില്ല. കണ്ട, ഇങ്ങനെ വേണം ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ. വെറുതെ ഭിക്ഷക്കാരുണ്ടോ രാഷ്ട്രീയക്കാരുണ്ടോ വെച്ചിട്ട് മനസ്സിലാവോ? തിരുപ്പതിന് അങ്ങോട്ട് പോയത് അവിടെ ചെങ്ങ പോകുന്നു. ഏട്ടാ, ഈ പറമ്പിൽ നിന്ന് ഇത്രയും ഉയർത്താൾ ഇവിടെ വന്ന് നിൽക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. നമുക്ക് ഫാൻ ചോട്ടി പോയിരിക്കാം. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇത് ഞാൻ ഇല്ലാന്ന് പറഞ്ഞ് എന്റെ സാധനങ്ങളെല്ലാം എവിടെയെങ്കിലും കൊണ്ടങ്ങ് കളയും. ഇതില്ല, ഇല്ലേ ഒരു മഞ്ഞ കളറ്. എന്റെ കണ്ണ് ടെസ്റ്റ് ചെയ്യാറായിട്ടാ. ഉണ്ടവിടെ പോ. എനിക്കൊരു കാര്യം പറയാനുണ്ട്, പറഞ്ഞു അതൊന്നും അവിടെ നോക്കും. ആന്റി, ക്ലീറ്റസ് അങ്കിൾ എപ്പോഴും ഒളിപ്പിച്ച് വെക്കാൻ പറ്റുമോ? പരസ്പരം എപ്പോഴാണെങ്കിൽ കാണണ്ടല്ലേ? എടാ അതല്ല, ഇവരുടെ ഫസ്റ്റ് മീറ്റിംഗ് ഇല്ലേ, അതൊരു വഴക്ക് ഒഴിവാക്കാൻ പറ്റുന്ന സാഹചര്യത്തിലായിരിക്കണം. പതുക്കെ അറിഞ്ഞാൽ മതി ക്ലീറ്റോ ചേട്ടൻ ഇവിടെ വന്നെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട്. ആന്റിയുടെ ഏതെങ്കിലും ബന്ധു മരിച്ചു എന്ന് പറയാം, അപ്പൊ അങ്ങോട്ട് പോവല്ലോ. ഫസ്റ്റ് അപ്പൊ ഞാൻ കൂടെ പോകണ്ടേ? അതൊന്നും ശരിയല്ല. ഒരൊറ്റ ഐഡിയ ഉള്ളൂ. ആന്റിയുടെ പപ്പയ്ക്ക് അസുഖമാണെന്ന് പറ. ആന്റിയുടെ പപ്പ പെട്ടെന്ന് വരുമ്പോനെ കാണാൻ ആഗ്രഹം തോന്നി, അതുകൊണ്ട് അങ്ങോട്ട് കാണാൻ ചെല്ലാൻ പറ. അപ്പൊ പോവല്ലോ. അത് പോവും. പക്ഷെ അവിടെ ചെല്ലുമ്പോ പപ്പയ്ക്ക് അസുഖമൊന്നും ഇല്ലെങ്കിലോ? എന്റെ പൊന്നി, അഭിനയിക്കാൻ പറയണം. ആന്റിയുടെ പപ്പയല്ലേ? ഇവിടെ ഒരു മഹായുദ്ധം നടന്നിരിക്കണം, അതൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തൽക്കാലത്തേക്ക് പറയണം. പപ്പ അഭിനയിക്കില്ലേ? വിളിച്ചു പറഞ്ഞാൽ മതി അല്ലേ? പറ്റാണ് ഒരു ദിവസം അവിടെ നിർത്തുകയും ചെയ്യാം. വിളിച്ചു പറയാം. പപ്പയോട് ഇനി എങ്ങനെ പറയൂന്നുള്ളതാ എന്റെ പൊന്നോ, എനിക്ക് വയ്യ. പപ്പയ്ക്ക് മനസ്സിലാവുന്നേ. ആന്റി പറ. ഹലോ പപ്പേ, എന്തുണ്ട്?
ആ നല്ല വിശേഷം. ഇല്ല എല്ലാരും ഉണ്ട്. പപ്പ ഒരു കാര്യം അറിഞ്ഞായിരുന്നോ? ഏട്ടന് ചെറിയ സസ്പെൻഷനൊക്കെ ആയി. ഇന്നത്തെ ദിവസം ഇങ്ങോട്ട് വിടണ്ട പപ്പ. ഒരു ദിവസം അവിടെ നിർത്ത്. വിളിക്കാം. ഇല്ല വെറുതെ. എന്തോ എന്താ പറഞ്ഞു നീ? അല്ല നമ്മുടെ മറ്റേ എന്നെ അല്ല ഏട്ടാ നമ്മുടെ ഈരാറ്റുപേട്ടയിലെ മറ്റേ പള്ളിയില്ലേ? പള്ളിയുടെ തൊട്ടപ്പുറത്തൊരു ഹോസ്പിറ്റൽ ഇല്ലേ? ആ അവിടെ നമ്മുടെ പിന്നെ ജോസഫ് പാപ്പനില്ലേ? ഈരാറ്റുപേട്ടയിലെ ജോസഫ് പാപ്പന്റെ മോളില്ലേ? പിന്നെ മോളുണ്ട്. ഇനി ഏട്ടന് എന്ത് നിർത്താനേ പറയണത്? അവൾ അവിടെ ആശുപത്രി കിടക്കുവാണ്. അപ്പൊ അവൾക്കാണെങ്കിൽ പിന്നെ എന്തായിരുന്നു ഹോസ്പിറ്റലിൽ അവൾക്ക് ഡിസ്ചാർജ് ആവണം. അവിടെ കിടക്കണ്ട. അപ്പൊ ഞാൻ പറയായിരുന്നു ഒരു ദിവസം കൂടെ അവിടെ കിടത്താൻ. ഒരു ദിവസം കിടത്തിയിട്ട് വിട്ടാൽ മതി. പിന്നെ പപ്പയോട് അല്ല മറ്റേ ജോസഫ് പപ്പയോട്. ഞാൻ പപ്പയെന്നാണല്ലോ വിളിക്കുന്നത്. മാറിക്കേ. നീ ഇപ്പൊ എന്തിനാണ് വന്നത്? നീ അല്ല ഇവൻ ഞാൻ എന്തിനു പറയും പോലെ വന്നത്? അയ്യോ നല്ല മഴക്കാർ. ഞാൻ തുണി ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. എടുത്തിട്ട് ഞാൻ ചായ ചോദിക്കാൻ വന്നതാ. അൻസാർക്ക തിരക്കാണ്. ക്ലീറ്റോ വന്ന അൻസാർക്ക? ആ ഇല്ല അറിഞ്ഞില്ല. വിളിച്ചു പറയാതെ വന്നത്. ഒരു മിനിറ്റ്. ഇല്ല കനകം കണ്ടില്ല. എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കോ? പറഞ്ഞിട്ട് കേക്കണില്ലെന്ന്. ഞാൻ പറഞ്ഞു 3-4 ദിവസം എവിടെയെങ്കിലും ഒന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞ അതും കേൾക്കണില്ല. അത് കാല് കളഞ്ഞേ അടങ്ങുള്ളൂ എന്നും പറഞ്ഞ് നടക്കുകയാണ്. അമ്മ കാല് വെട്ടുക വേണം. എനിക്ക് തോന്നുന്നു ക്ലീറ്റോന് കാല് കളഞ്ഞിട്ട് എന്താ കാര്യമുണ്ടെന്ന് തോന്നുന്നു. ഒന്നും വന്ന് പറയുന്നേ. അൻസാർക്ക് പിന്നെ വിളിക്കാവേ. ഈ മുണ്ടെടുക്ക അല്ലേ? മുണ്ടല്ലേടി കൊടുത്തേക്കുന്നത്. അല്ല അവിടെ ചെന്നിട്ട് ഉടുക്കണ്ടേ? അതിന് ഇത് മതിയല്ലോ. അവിടെ താമസിക്കാൻ പോന്ന അല്ല രാത്രിത്തേക്ക് വേണ്ടേ? അല്ല എന്തായാലും ഉറപ്പായിട്ടും അവിടെ നിൽക്കേണ്ടി വരുമല്ലോ. പിന്നെ പപ്പ വിടുവോ? ഒന്നാമത് പപ്പക്ക് വയ്യാതിരിക്കുന്ന. പിന്നെ ഏട്ടനെ എത്ര നാൾക്ക് ശേഷം കാണുന്ന. അപ്പൊ ഒരു ദിവസം അവിടെ നിൽക്കി. അവിടെ ചെന്നിട്ട് ഇതിട്. ഷർട്ട് വേണ്ടല്ലോ. അപ്പൊ തിരിച്ചിങ്ങോട്ട് വരുമ്പോ ഇത് തന്നെ ഇട്ടോണ്ട് വരാം. ഇത് രണ്ടും കൂടി ഇട്ടാ മതി. അത് പറഞ്ഞില്ലേ ഞാൻ? ഭയങ്കര പനിയും പിന്നെ ചുമ, പിന്നെ ചെറിയ ശ്വാസം മുട്ടല ഒക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. ഹോസ്പിറ്റലിൽ മറ്റേ പിന്നെ പാലായിലുള്ള ഇതാണ്. എന്താണ്ടൊരു പേര് വന്നേ. എന്താണ് പേര്? വിളിച്ചോക്കണ്ടേ? ഞാൻ ഓർക്കട്ടെ. മറ്റേ എന്താണ് ലൈഫ് കെയർ അവിടെ. നീ എന്തിനാ വിളിച്ചു ചോദിക്കണേ? എന്തിനാ? അത് അവിടെ എത്തിയിട്ട് വിളിച്ചാൽ മതി ഏട്ടൻ. ഇതിന് ഇപ്പഴേ വിളിക്കണത് വയ്യാതെ കിടക്കണ ആളെ. വേറെ ഇത് നല്ലതാണ്, ഒരു കുഴപ്പമില്ല. ഇന്നലെ ഞാൻ കഴുകിയതായിരുന്നു. ഇതൊന്ന് പോവാന്ന് നോക്കി. എത്ര നേരം അറിയോ പപ്പ വിളിച്ചിട്ട്. ചെല്ല്. ഡോക്ടറുടെ പേര് എന്താണ്? സത്യശീലന ഏതാണ്ടൊരു സത്യമായിരുന്നു. അതവിടെ എത്താറാകുമ്പോ വിളിച്ചു ചോദിച്ചാൽ മതി. ചെല്ല്. എന്നാ പിടി പോയിറങ്ങി പെട്ടെന്ന് പോയിട്ട്. എന്തുവാണ് ഫോൺ എടുത്താട്ടാ? പിന്നെ അവിടെ എത്തിയിട്ട് തന്നെ വിളിക്കണേ. പപ്പനെ അവിടെ എത്തിയിട്ട് വിളിച്ചാൽ മതി. റൂം ഏതാന്ന് അറിയാനായിട്ടേ. ഇവിടുന്ന് ഒരു ഓട്ടോയ്ക്ക് പോയി. എന്തിനാ വെറുതെ അവിടെ വരെ നടക്കുന്നത്? വെള്ളം കുടിച്ചിട്ട് ഇനി എന്തിനു വെള്ളം കുടിക്കാൻ പോകുന്നു? ചെല്ല്. പപ്പ അവിടെ കാത്തിരിക്കും. എന്ത് വിളിക്കണേ? ഒരു ഓട്ടോയ്ക്ക് പോ. അങ്ക ഞാൻ ഇറങ്ങുവാണ്. ഇനി അങ്ങോട്ട് തിരിഞ്ഞോടനെ ഫോൺ വിളിച്ച് ശല്യം ചെയ്യാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നമ്മളിവിടെ അത്യാവശ്യം അൻസാറോട് അതുവരെ പോയിട്ട് അല്ല അവിടെ നിൽക്കുക. ചോദിക്കട്ടെ അവിടെ ചെന്നിട്ട് എന്തൊക്കെയുണ്ടായിരുന്നു കാണാനൊക്കെ. ആ വിശേഷമൊക്കെ ഞാൻ വന്നിട്ട് പറയാം. അൻസാർ അവിടെ നിൽക്കുന്ന ഒരു അത്യാവശ്യം. എത്ര ദിവസത്തിന് ശേഷം കാണുന്നതാ?
അയ്യോ നിനക്ക് കാണണം ആര് ഞാനാ ഒരു കുഴപ്പമില്ല തടി കൂടി. ഇല്ല 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 അവിടുത്തെ ഫുഡ് പിടിച്ചില്ലേ? നിനക്ക് ഈ വിശേഷമൊക്കെ ഞാൻ വന്നിട്ട് പറയാം. അൻസാറല്ലേ അവൻ ഇനിയിപ്പോ കിടന്ന് വെള്ളം പോലെ പിന്നെ അമ്മയ്ക്ക് കാണണമെന്ന് പറഞ്ഞായിരുന്നു. അമ്മയ്ക്ക് എന്നെ ആ എന്തിന്? അമ്മയ്ക്ക് വയ്യ വയ്യ. എന്ത് പറ്റി? അറിഞ്ഞില്ലേ അപ്പം ചേച്ചി പറഞ്ഞില്ലേ? എന്തോ കുഴപ്പം പറ. പിന്നെ അമ്മയ്ക്ക് പിന്നെ ശ്വാസം മുട്ടല് ചുമ ആണാ? ആണ്. ക്ലീറ്റോ ചേട്ടന് വന്നെന്ന് അറിഞ്ഞപ്പോ തൊട്ട് എവിടെ എന്റെ ക്ലീറ്റോമോൻ എവിടെയെന്ന് പറഞ്ഞോണ്ട് അത് ഈ ചോദിച്ചോണ്ടിരിക്കും. കാലാവസ്ഥയിലേക്ക് ഇതായിരിക്കാം അമ്മയ്ക്ക്. ക്ലീറ്റസ് എവിടെയായിരുന്നു? ഇപ്പൊ എവിടെ പോകാൻ പോണ്? അമ്മ അൻസാറ് അവിടെ നിൽക്കണേ, അത്യാവശ്യം എന്നെ കാണണമെന്ന് പറഞ്ഞു. അങ്ങോട്ട് ആ പോവാ. എന്നാ പോയിട്ട് വാ. ഈ അമ്മയുടെ ഒരു കാര്യം, ഇത്രയും നേരം അവിടെ നിന്ന് ശ്വാസം കിട്ടാതെ വലിച്ചു കിടന്ന ആളാണ്. പോയി കിടന്നേ പോ. വയ്യാത്ത ആൾ എഴുന്നേറ്റ് കിടക്കേണ്ട കാര്യമുണ്ട്? അസുഖമാർക്ക് അസുഖം നിന്റെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ലേ? എനിക്കൊരു അസുഖമില്ല. എല്ലാം കൂടെ പറഞ്ഞു എനിക്ക് അസുഖം ഉണ്ടാക്കി വെക്കായിരുന്നാ മതി. നിനക്ക് എന്തെന്റെ കുഴപ്പമില്ല? നിനക്ക് ആര് അവര് ഒരു കുഴപ്പമില്ലായി കളിച്ചു. നീ വിടാ അങ്ങോട്ട്. അത്യാവശ്യം എനിക്കിപ്പോ ഒന്നും വേണ്ട. ചായ കുടി. ചായ ഞാൻ കടയിൽ നിന്ന് കുടിക്കും, മധുവിന്റെ കടയിൽ നിന്ന്. എന്റെ അമ്മ എന്ത് പണിയാ കാണിച്ചത്? ക്ലീറ്റോ ചേട്ടൻ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിട്ടല്ലേ ഞാൻ ഈ നാടകമൊക്കെ കളിച്ചത്. ഏട്ടനും അങ്ങോട്ട് പോയിട്ടുണ്ട്. അവർ രണ്ടുപേരും അവിടെ വെച്ചെങ്ങനെ കണ്ടാലോ? എന്റെ പൊന്നടി, ഞാനത് ഓർത്തില്ല. അമ്മ ഓർക്കണ്ട. അപ്പൊ ഇന്ത്യ പാകിസ്ഥാനും കൂടി മിക്കവാറും കൂട്ടി മുട്ടുമല്ലോ. ഒരു സ്ഫോടനം ഉറപ്പാ. അമ്മേ ഒരു കണക്കിന് ക്ലീറ്റോനെ ഞാൻ അൻസാർക്കാന്റെ അടുത്തോട്ട് പറഞ്ഞു വിട്ടു. ഇനി രാത്രിയെ വിടുള്ളൂ അൻസാർക്ക. ഇനി പേടിക്കണ്ട. ഇനി പേടിക്കണ്ട. ക്ലീറ്റോ ചേട്ടൻ ഇവിടെ പിടിച്ചു നിർത്താൻ ഞാൻ എന്തോരം പാടുവിട്ടെന്നറിയോ? എന്തിനാ ക്ലീറ്റോനെ ഇവിടെ പിടിച്ചിരുത്തണം? അവനെ കാണൂറ്റേ. അതൊക്കെ പറയടി. അവൻ ഇവിടെ ഉണ്ടോ? വന്ന് നോക്ക്. ഏട്ടനും പോയിട്ടുണ്ട്. എവിടെ പോയി? ക്ലീറ്റോ ചേട്ടനെ കാണാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ അപ്പയ്ക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് പാലയ്ക്ക് വിട്ട് ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളത്. ആ ജംഗ്ഷനിൽ വെച്ച് രണ്ടുപേരും കൂടെ കാണും ഉറപ്പാ. നിന്നോട് ആരും പറഞ്ഞപ്പോ പാലിലോട്ട് വിടാൻ? പിന്നെ ചേച്ചി എന്നോട് പറഞ്ഞ ക്ലീറ്റോ ചേട്ടനെ വിടുന്ന കാര്യം? നീ എന്നോട് പറഞ്ഞ? ഞാൻ എന്തെങ്കിലും എനിക്ക് ബുദ്ധി ഉണ്ടല്ലോ, ഞാൻ എന്തെങ്കിലും ചെയ്യുന്നു. ഞാനും ബുദ്ധി കൊണ്ട് തന്നെ ചെയ്തത്. ഇനി എന്ത് ചെയ്യും ദൈവമേ? ദൈവമേ, ഇവിടെ വെച്ച് അടി കൂടിയെങ്കിൽ പിടിച്ചു മാറ്റാനെങ്കിലും ആരെങ്കിലും ഉണ്ടായിരുന്നു. കവലയെ കിടന്ന് അടി കൂടി ആരുണ്ട് പിടിച്ചു മാറ്റാൻ? കാണുന്നവർ നോക്കിയെന്ന് ചിരിക്കത്തേ ഉള്ളൂ. നീ ഒരു കാര്യം ചെയ്യും, പോയി അവരെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് ഒരാളെ കൂട്ടിക്കൊണ്ട് വാ. നിങ്ങൾ അപ്പുറം ഇരുന്നോണ്ട് വ്യക്തമായിട്ടൊരു പ്ലാനിങ് നടത്തായിരുന്നു ഈ പ്രശ്നം വരുമായിരുന്നു. അതിന് ഞങ്ങൾക്ക് കാണാൻ പറ്റണ്ടേ? പ്ലാനിങ് കണ്ടിട്ട് തന്നെ എത്ര ദിവസമായി? അവനെ ഫോൺ ചെയ്തുകൂടായിരുന്നു? നീ ഇനിയിപ്പൊ ഇതിന്റെ ശരിയും തെറ്റും നോക്കാതെ പോയ അമ്മ പറഞ്ഞു. എനിക്കൊന്ന് കക്കൂസി പോണം, ഒരു 15 മിനിറ്റ്. ഞാനൊന്ന് പല്ല് വെച്ചിട്ടാ ഇതെല്ലാം ചെയ്തോണ്ടിരുന്ന ഒരാള് ചാകോടെ കിടന്ന്. ഞാൻ അതിനുമ്പോ എനിക്ക് വയറ് പ്രശ്നമുണ്ട്, അതുകൊണ്ടല്ലേ പറയുന്നത്. ഇവിടെ വർത്താനം പറഞ്ഞു ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. നീ പിന്നെ പല്ല് വെക്കാൻ ചെല്ലുമ്പോ 15 മിനിറ്റ് 10 മിനിറ്റ്. അപ്പൊ 10 മിനിറ്റ് ഞാനും റോണോ ബ്രോന്റെ പറഞ്ഞ 10 മിനിറ്റ് ഞാൻ പല്ല് വെച്ചിട്ടാ. എന്നാലും എന്റെ ലില്ലി, നിനക്കിത് എങ്ങനെ തോന്നി? ഞാൻ ഓർത്ത ചേച്ചി, ഞാൻ എന്ത് പാടുപെട്ടാന്നറിയോ പറഞ്ഞു വിട്ടത്. നമസ്കാരമുണ്ട് സാർ. സാർ എങ്ങോട്ട് വന്നു? ഞാന് ലില്ലിയുടെ അച്ഛനല്ല സുഖമല്ല, അപ്പൊ അങ്ങോട്ടൊന്ന് പോണായിരുന്നു. സാറിന്റെ ജോലിയൊക്കെ ഇങ്ങനെ ആവുള്ള കാരണം? അത് സമയദോഷം, വിധി എന്നൊക്കെ പറയാം. എങ്കിലും സാറൊക്കെ എന്ത് നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ അങ്ങോട്ട് വിളിക്കാൻ എടാ, നീ നോക്കി ഓടിക്കണ്ട. നീ എന്താണ് എന്താണ് എന്താ? മാറ്. എന്താടാ എന്താ വെച്ചത്? നീ വിടാ. നീ എന്നെ പിടിക്കണ്ട. വേണ്ടതൊക്കെ ഞാൻ തീരുമാനിക്കാം. നീ അവിടെ നോക്കണം, വണ്ടി ഓടിക്കണം ചെറുക്കാം. ഹലോ, ഒരു ഓട്ടോ വിളിക്കും. ഓട്ടോ വിളിക്കും. പിടിച്ചോ. ആ പയ്യൻ വണ്ടി കൊണ്ട് ചിരിച്ചോളാം. ഓട്ടോ വിളിക്ക്. ആ ഓട്ടോ ഒന്ന് കൈ കാണിക്ക്. അതെ ഇവരിത് എവിടെ പോയി കിടക്കും? ആർക്കറിയാ? ഒരു വഴിയേ ഉള്ളൂ. ഞാൻ കനകങ്ങളോട് ഫോൺ ചെയ്യാം. നിങ്ങൾ ക്ലീറ്റ് ഞങ്ങൾ വിളി. ഹലോ, പച്ചമ്പി എവിടാ? ആശുപത്രിയിലാണ്. അവര് തമ്മിൽ കണ്ടിട്ടുണ്ട്, അടി നടന്നിട്ടുണ്ട്. ആയിരിക്കുമല്ലേ? നമുക്ക് ആശുപത്രിയിലോട്ട് പോവാം. ഓട്ടോ ഇത് നോക്കേ,
1 മണിക്കൂർ കഴിഞ്ഞ് പോയിട്ട് ഈ റൊണാൾഡിനെ ജിത്തുവിനെ എന്തിനു വിട്ടതാ? വിളിച്ചിട്ട് എടുക്കണമില്ല, എന്നാ ഇങ്ങോട്ടൊന്ന് വിളിക്കണ്ടേ? ക്ലീറ്റസിന്റെ അനിയനല്ലേ റൊണാൾഡ്, അവനെ കൊണ്ട് ഒരു ഗുണവും ഇല്ല. പിന്നെ ആ തുറുപോലെ മുടിയുള്ളവനുണ്ടല്ലോ, മുടിയൻ, അവൻ കുഴപ്പമില്ല, അവൻ മിടുക്കനാ. മിടുക്കനെ കാണാനില്ല, മിടുക്കനല്ലാത്തവനെയും കാണാനില്ല. ഇനിയിപ്പോ എന്ത്? ഞാൻ ചേച്ചിയോട് പറഞ്ഞാലേ നമുക്ക് രണ്ടും കൂടെ പോവാന്ന്. കുന്തം പിടിക്കാൻ പോലെ ഒന്നുകൂടെ വിളിച്ചു നോക്കിക്കേ. ആരെയും വിളിക്കണ്ട, വല്ലവരെയൊക്കെ വിളിക്കുന്നതിനേക്കാളും കനകനെയും ക്ലീറ്റസിനെയും വിളിക്കാമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വിവരം അറിയാം. ഉണ്ടായില്ല. ശരിയാ, ക്ലീറ്റോനെ കനകനെ ആരെങ്കിലും വിളിച്ചു നോക്കാം. എവിടെ ക്ലീറ്റോ? ദൈവമേ, കാലിനെന്ത് പറ്റി? ക്ലീറ്റോ, ക്ലീറ്റോ ചേട്ടാ, എന്താ ക്ലീറ്റോ ചെയ്തത് അവനാ? എന്നെ പറ്റി പോലും ഓർത്തില്ലല്ലോ ക്ലീറ്റോ ചേട്ടാ. ദുഷ്ടതരം കാണിച്ചല്ലോ. എന്താ ഉണ്ടായെന്ന് വാ തുറന്നൊന്ന് പറയണേ. ഇതെന്ത് പറഞ്ഞു നിങ്ങള്? ഞാൻ ആ ജംഗ്ഷനിൽ നിൽക്കായിരുന്നു, ഒരാളോട് സംസാരിച്ചോണ്ടിരുന്നപ്പോൾ ഒരു പയ്യൻ വണ്ടി ഓടിച്ചോണ്ട് വരുമ്പോ ഫോൺ ചെയ്തോണ്ടിരിക്കായിരുന്നു. അവന്റെ ലെഗ് കെട്ടിട്ട് കൊണ്ട് ഇടിച്ചതാ കാലില്. കുഴപ്പമൊന്നുമില്ല, ഞാനൊന്നും ചെയ്തില്ല. ഞാനൊന്ന് ആശുപത്രി കൊണ്ടുപോയി ഇതാ തിരിച്ചു കൊണ്ടുവന്നു, അത്രയും ഞാൻ ചെയ്തോളൂ. അത് തെറ്റായി പോയി, ഇനി ആവർത്തിക്കൂല. എന്തോ നോക്കിക്കൊണ്ടിരിക്കണത്? വാ അങ്ങോട്ട്. അവന്റെ കാലവിടെ ഉണ്ട്, ഇളകിയൊന്നും പോയിട്ടില്ല. ഇങ്ങോട്ട് വരി. ദൈവമേ, ഒരു തരത്തിൽ പറഞ്ഞാൽ നന്നായി. ഒരു ചെറിയ മുറിവിലെല്ലാം അവസാനിച്ചല്ലോ.